അതൊന്നും പറഞ്ഞില്ലേ പ്രേമലു. അതെ. ഓക്കെ, ഹൈദരാബാദ് സ്റ്റോറി പറഞ്ഞപ്പോഴാണ് മമിത ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണല്ലോ ഞങ്ങൾ കേട്ടത്. ഗിരീഷേട്ടനെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഗിരീഷേട്ടനാണോ ശ്യാംചേട്ടനാണോ വിളിച്ചത് ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്? ഇതാരാ പറഞ്ഞ്? ഇത് എവിടെന്നോ ഇൻഫർമേഷൻ ആണ്. മിസ് ചെയ്തോ നമ്മുടെ ക്രൂവിന്റെ? ഉറപ്പായിട്ടും എനിക്ക് കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റ് ആയിരുന്നു പ്രേമലുവിൻ്റെത്. അപ്പം ഞങ്ങൾ എല്ലാവരും നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരു ഫാമിലിയെ പോലെയായിരുന്നു അവിടെ. കാരണം ഒന്നാമത് അന്യനാടാണ്, അവിടെ ഞങ്ങൾ മാത്രം മലയാളികളായിട്ടുള്ളൂ. അപ്പൊ എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആണ്. അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അപ്പൊ തിരിച്ചു വരുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ 1.5 മാസത്തോളം അവിടെ നിന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗിരീശനെ വിളിച്ചിട്ട് അറിഞ്ഞോ വിഷമം പറഞ്ഞു വിഷമമുണ്ടായി പിന്നെ. പക്ഷെ എന്നാലും ആ ബോണ്ട് ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷം. അടിപൊളി, താങ്ക് യു. അഖില, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് നമ്മുടെ മൂവിനെ പറ്റി പറയാനുള്ളത്? എല്ലാവരും അതുപോലെ തന്നെയാണ്. ഒരു ഫൺ റൈഡ് ആയിരിക്കും, ഒരു റൊമാൻറ്റിക് പടമാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ഗിരീഷേട്ടനായിരുന്നു. അതുപോലെ മൂന്നായാലും ഇത് ഗോദാവലും ഗിരീഷേട്ടനൊക്കെ തന്നെയായിരുന്നു. നല്ല സന്തോഷമുണ്ട്. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആയിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ കവിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചതൊക്കെ. ഞങ്ങൾ 3 പേരും ഒരു അപ്പാർട്ട്മെന്റിലാണ്, 3 പേരും ഒരു അപ്പാർട്ട്മെന്റിൽ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കളിയും ചിരി തമാശക്കായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗെദറൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പൊ എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണും. യെസ്, താങ്ക് യു. ആൻഡ് യെസ്